ജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവരുണ്ടായിരിക്കാം, വിശ്വാസമില്ലാത്തവരുണ്ടായിരിക്കാം. വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാനുള്ള എല്ലാ അവകാശങ്ങളും, വിശ്വസിക്കാതിരിക്കാനുള്ളവർക്ക് അത് വിശ്വസിക്കേണ്ട എന്നുള്ള എല്ലാ അവകാശങ്ങളും നമ്മുടെ രാജ്യവും നമ്മുടെ ഭരണഘടനയും നൽകുന്നുണ്ട്. ഇപ്പോഴിത് അത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നു. അതായത് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഈ ജ്യോതിഷപരമായിട്ടുള്ള വാർത്തകൾ എന്തു വന്നാലും നമ്മുടെ രാജ്യം അത് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് വീക്ഷിക്കുന്നത്. ഇപ്പോൾ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വരുമോ എന്നുള്ളൊരു ചോദ്യം പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ജ്യോതിഷിയുടെ പ്രവചനമാണ് വൈറലായി മാറിയിരിക്കുന്നത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലെത്തുമെന്ന നിലനിർത്തും എന്ന പ്രവചനമാണ് ഈ ജ്യോതിഷി നടത്തിയിരിക്കുന്നത്. സംഖ്യാശാസ്ത്ര വിദഗ്ധനും ജ്യോതിഷിയുമായിട്ടുള്ള ഡോക്ടർ ജയ് മദനാണ് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത്. മോദിയുടെ ശക്തമായ നേതൃത്വവും പുരോഗമന കാഴ്ചപ്പാടുമാണ് ഇതിന് കാരണമായി ജ്യോതിഷി ചൂണ്ടിക്കാട്ടുന്നത്. ടൈംസ് നൗ ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് നവിക കുമാറുമായി നടത്തിയ പ്രത്യേക സംഭാഷണത്തിലാണ് ഇയാളുടെ പ്രവചനം പുറത്തു വന്നിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് ശോഭനമാണെന്നും ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും തകർച്ച ഉണ്ടാകില്ല എന്നുമൊക്കെയാണ് ഈ ജ്യോതിഷി പ്രധാനമായിട്ടും പറയുന്നത്. മോദിക്ക് ദൈവാനുഗ്രഹമുണ്ട്, അദ്ദേഹം പുരോഗമന പാതയിലാണ്, ദേശീയവാദി എന്ന നിലയിൽ അദ്ദേഹം രാജ്യത്തിനാണ് മുൻഗണന നൽകുന്നത്. 2029 BJP വീണ്ടും അതിശക്തമായ അധികാരത്തിൽ തിരിച്ചെത്തും എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. എവിടെയെങ്കിലും കാര്യങ്ങൾക്ക് നരേന്ദ്രമോദിക്ക് തടസ്സം വന്നാൽ പോലും ആ തടസ്സം മോദിക്ക് അനുകൂലമായിട്ട് മാറും. അങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ ജാതകം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓരോ തവണയും അദ്ദേഹം കൂടുതൽ ശക്തനായി ഊർജ്ജസ്വലതയോടെ തിരിച്ചു വന്നിട്ടുണ്ട്. സ്ഥിരതയുള്ള പാതയിലല്ലെങ്കിലും മറിച്ച് ഉയർന്ന പുരോഗമന പാതയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. മോദി രാഷ്ട്രത്തിനാണ് ഒന്നാം സ്ഥാനം നൽകുന്നത്, അദ്ദേഹത്തോടുള്ള ആദരവ് വർദ്ധിക്കുന്നത് അതുകൊണ്ടാണ്. കൂടാതെ രാജ്യത്തെ ദേഷ്യത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നുമൊക്കെ മാറ്റി കൂടുതൽ ദേശീയബോധം വളർത്താൻ, അതായത് ദേശീയബോധത്തിലേക്ക് തിരിച്ചുവിടാൻ മോദിക്ക് സാധിച്ചിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥയും ബിസിനസ്സും കൂടുതൽ സ്വയം പര്യാപ്തമാകും. ആഗോള ഘടനയിലെ മാറ്റങ്ങൾ കാരണം ബുദ്ധിമുട്ടിലായ NRIകൾ സ്വന്തം രാജ്യത്ത് പണം നിക്ഷേപിക്കാനുള്ള പദ്ധതികൾ ആലോചിക്കും. എല്ലാ ഇന്ത്യക്കാരും ഒന്നിച്ചു നിൽക്കും എന്നും ഈ ജോത്സന്റെ പ്രവചനത്തിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.